ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഹോസ്റ്റലിലുണ്ടായ ഒരു നെഗറ്റീവ് എനർജി എക്സ്പീരിയൻസിനെ പറ്റി. ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം, ഇനിയിപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം. ആ വീഡിയോ ഇട്ടതിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,90,000 സംതിങ്, മീൻസ് 1.9 lakh വ്യൂസ് ആയിട്ടുണ്ട്. ഒരു 4.1K ലൈക്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 1K അടുത്ത് കമൻസ് വന്നിട്ടുണ്ട്. ആ വീഡിയോ എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഒരു ഇടുക്കിയിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു നെഗറ്റീവ് എനർജി എക്സ്പീരിയൻസ് എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. അതാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇത്രയും പേര് ഏറ്റെടുക്കുമെന്നോ ഇത്രയും വ്യൂസ് കിട്ടുമെന്നോ ലൈക്ക് കിട്ടുമെന്നോ ഇത്രയുമൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തേ ഇല്ല. അപ്പം അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആയിരുന്നു വീഡിയോ റീച്ച് ആയത്. വീഡിയോ ഇട്ടിട്ട് ഒരു മാസം കണ്ട് കഴിഞ്ഞപ്പോഴാണ് റീച്ച് ആയത്. ഭയങ്കര ഒരു ഷോക്കായെന്നൊക്കെ പറയില്ലേ, എനിക്ക് അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇട്ട് കുറച്ച് ഇതായി കഴിഞ്ഞതെന്ന് റീച്ച് ആയി തുടങ്ങിയപ്പോഴത്തേക്കും ഓരോരുത്തർ അവരവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് കമന്റ്സ് ഇടാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഡെയിലി ഇങ്ങനെ ഓരോ കമന്റ്സ് വന്നിട്ട് ഞാൻ ഇത് സ്റ്റോറി പോലെ ഇരുന്ന് വായിക്കും. കുറെ പേരൊക്കെ കമന്റ് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് വരുന്നതൊക്കെ ഈ നോട്ടിഫിക്കേഷൻസ് എനിക്ക് കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ മിസ്സായി പോയതൊക്കെ ഉണ്ടാവും. ഇപ്പോഴും ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. എന്നെ പോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അതിനെ നെഗറ്റീവായിട്ട് പറയുന്നവരുണ്ട്, ഇത് വിശ്വസിക്കാത്തവരുണ്ട്. പിന്നെ ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് കഥയുണ്ടാക്കി പറയുന്നു, ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറി, എന്തിനാ ഫേക്ക് ആയിട്ടുള്ള സ്റ്റോറി പറയുന്നത്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. ഞാൻ പബ്ലിക്കിലേക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ടന്റ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കമന്റ് ഇടാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് എന്നെ പേഴ്സണലി ഇങ്ങനെ എന്നെ തെറി വിളിക്കാൻ വരുന്നവർക്ക് ഞാൻ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാൻ മറുപടി കൊടുത്തില്ലെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരാണെന്ന് വിചാരിക്കുന്നു, കുറേ പേര് വീഡിയോ കാണുന്നവർ അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചു പോവുക. അതിനാണ് സ്കിപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. കൂടുതൽ ലൈക്സ് കിട്ടി ടോപ്പിൽ കിടക്കുന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിക്കാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ലൈക്ക് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറീസൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും പറയും. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര വലിച്ചു നീട്ടി ലെങ്ത് ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അത് പറയുന്നില്ല. പക്ഷേ ഞാൻ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു 2-3 കമൻറ്റ്സ് ഞാൻ കണ്ടു. അത് കാണിച്ചു തരാം. 768 ലൈക്ക് ഉണ്ടായിരുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇസ്വാന 96 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ കമൻറ്റ് ഇട്ടേക്കുന്നത്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള എപ്പോഴും ലൈറ്റ് ഇട്ട് കിടക്കുന്ന ആളാണ് ഞാൻ. പകൽ ഇതൊക്കെ കഥ പോലെ കേട്ടിരിക്കും, നൈറ്റാണ് അവസ്ഥ, ഇന്നത്തെ ഉറക്കം പോയി കിട്ടി. അതുപോലെ തന്നെ മായ കാർദു 2480 എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് 340 ലൈക്ക് ഉണ്ടായിരുന്നു ആ കമൻറ്റിന്. അനുഭവിച്ചവന് സത്യവും അനുഭവിക്കാത്തവന് മിഥ്യയും, അതാണ് തരം എക്സ്പീരിയൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു കമന്റ് കാണാം. എൻ്റെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ഒരു കൊച്ചുണ്ട്, ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു. അവൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തോരം പേടിച്ചിട്ടുണ്ട് ഹോസ്റ്റലിൽ. ഇറ്റ്സ് ട്രൂ സ്റ്റോറി ഗൈസ്. ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ള കുറച്ചധികം പേർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല ഇതിന്റെ സയന്റിഫിക് അത് സയന്റിഫിക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു സാധനം വരുന്നുണ്ട്, അത് ഞാൻ പറയാം. ഒത്തിരി പേര് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ചിലവർ ബാഡ് കമന്റ്സ് ഇടുന്നുണ്ടായിരുന്നു, ചിലവർ ഇതിനെ ഒരു രീതിയിൽ ട്രോൾ ചെയ്യുന്നവരുണ്ടായിരുന്നു. മീൻസ് ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റ്സ് ഇടുന്നവരുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ കമൻറ്റ്സ് വന്നു, സ്ലീപ്പ് പാരാലിസിസ്. കമൻറ്റ്സ് ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സാധനം അറിയത്തില്ലായിരുന്നു. ഈ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്ലീപ്പ് പാരാലിസിസ് ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഉറക്കം കറക്റ്റായിട്ട് കിട്ടാതെ, മീൻസ് നമുക്കൊരു റുട്ടീൻ ഇല്ല. നമ്മൾ ചിലപ്പം നമുക്കൊരു കൃത്യതയില്ലാത്ത ഒരു ഡേയിലുള്ള ഉറക്കം, അതിൻ്റെ പാറ്റേൺ, അത് കാരണം നമ്മുടെ ബോഡി ഇതിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഈ സ്ലീപ്പ് പാരാലിസിസ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹാലൂസിനേഷൻസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ കിടക്കുന്നതിനൊക്കെ മുന്നേ ഭയങ്കര പേടിച്ചിട്ടൊക്കെ അങ്ങനത്തെയൊക്കെ തോട്ട്സ് ഒക്കെ ഉള്ളിലുണ്ടാകും, സ്ട്രെസ്സ് കാരണം. അങ്ങനെയൊക്കെയാണ് ഞാൻ ആ കണ്ട വീഡിയോസിലൊക്കെ കണ്ടത്. നമ്മളൊരു ഹാലൂസിനേഷൻ പോലത്തെ ഒരു വേൾഡിലായിരിക്കും. നമ്മൾ എന്തെങ്കിലും രൂപങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണും, പക്ഷേ ആക്ച്വലി അത് അവിടെ ഇല്ല. അത് നമ്മളുടെ സ്ട്രെസ്സും ഇതൊക്കെ കാരണം നമുക്ക് ഉണ്ടാവുന്ന ഒരു ഹാലൂസിനേഷൻ, തോന്നലാണെന്നാണ് ആ ഒരു അവസ്ഥയെ പറ്റി പറയുന്നത്. ഈ സംഭവങ്ങൾ പറയുമ്പം കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ കൊച്ചിന് മാത്രമല്ല അടുത്ത് കിടന്നൊരു കൊച്ചിനും കൂടി ഇത് വന്നായിരുന്നു, അപ്പോൾ ആ കൊച്ചിനും 2 പേർക്കും ഒരേ സമയത്ത് ഈ സ്ലീപ്പ് പാരാലിസിസ് വരുമോ. ഈ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ അറിഞ്ഞിടത്തോളം വെച്ച് അന്നത്തെ ദിവസം എനിക്കുണ്ടായ അവസ്ഥ സ്ലീപ്പ് പാരാലിസിസ് അല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കും. ആ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്നൊരു പേടി ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കണ്ടു എന്ന് വിചാരിക്കും. ആ സമയത്ത് നിങ്ങൾക്കൊരക്ഷരം മിണ്ടാൻ പറ്റുമോ, നനങ്ങാൻ പറ്റുമോ?
ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അതൊരിക്കലും സ്ലീപ്പ് പാരാലിസിസ് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ആംഗിളിൽ ഞാൻ പറയുക, സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഉറക്കത്തിൽ സൗണ്ട് കേട്ടാൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആവും. എനിക്കൊരു കുഞ്ഞ് സൗണ്ട് കേട്ടാൽ പോലും ഞാൻ പെട്ടെന്ന് എഴുന്നേക്കും. ഞാൻ എഴുന്നേക്കുന്നത് എൻ്റെ കൂട്ടുകാരി അവിടെ കിടന്ന് അലറി വിളിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. മീൻസ് എൻ്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അവൾ എന്തോ കണ്ട് പേടിച്ച് ഒച്ച വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ അന്ന് എഴുന്നേക്കത്തില്ല. എന്നിട്ട് അവളെ ഞാൻ പറഞ്ഞ് കൂളാക്കിയിട്ട് ഞാൻ തിരിഞ്ഞു കിടന്നപ്പോഴാണ്, തിരിഞ്ഞ് ഉറങ്ങാനായിട്ട് ഒരു വൺ സൈഡിൽ, ഇതിനകത്ത് ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് സ്ലീപ്പ് പാരാലിസിസ് വരുമ്പോൾ സൈഡിലേക്ക് തിരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് ആശ്വാസം കിട്ടുമെന്ന്, നല്ല കുറവ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സൈഡിലോട്ടായിരുന്നു തിരിഞ്ഞു കിടന്നത്. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് കണ്ടു. എനിക്കത് ഇപ്പോഴും നോ എന്ന് പറയാൻ, എനിക്ക് നിങ്ങളത് വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട, പക്ഷേ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും വിശ്വസിക്കുന്ന ആളൊന്നും അല്ല. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ആണല്ലോ നമുക്ക് ഇങ്ങനത്തെ കഥകളൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി മൈൻഡിൽ ഒരു പേടിയോടെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കർട്ടനിൽ നിങ്ങളൊരു മൂവ്മെന്റ് കണ്ടു എന്ന് പറഞ്ഞു. ഇതൊരു ചെരിച്ച് വാർത്ത വീടാണ്. ഞാനും ഈ ഫാനും തമ്മിലുള്ള ഒരു ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു കൈയുടെ നീളവും ഈ ഒരു കൈയിന്റെ പകുതിയും കൂടെ ചേർത്ത് എങ്ങനെ ഇരിക്കും, അത്രേ ഉള്ളൂ ഡിഫറൻസ്. ഇതാണെങ്കിൽ ഇവിടെ കർട്ടൻ വരാനായിട്ട് ഇവിടെ വലിയൊരു ജനലൊന്നും ഇല്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് ആക്കിയ ഒരു തുണിയാണത്. അത് വെറുതെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, ഇവിടെ ആകെ ഒരു ജനലേ ഉള്ളൂ. അത് ബാക്ക്ഗ്രൗണ്ടിൽ വരുമ്പോൾ വൃത്തികേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തുടക്കത്തിൽ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മൈക്കില്ലായിരുന്നു. അപ്പോൾ വിയർക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഫാൻ കൂട്ടിയിടും. ഫാൻ കൂട്ടിയിടുമ്പോൾ ഇതിന് തൊട്ടടുത്തായതുകൊണ്ട് ഇതിലിങ്ങനെ മൂമെന്റ്സ് വരും. ഇപ്പോഴും കണ്ടില്ല, ഇത് അനങ്ങുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞ് പേടിപ്പിക്കുക. പക്ഷെ അതൊരു, നമ്മളിപ്പോൾ ഒരു പേടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് അനക്കം കണ്ടാലും ഒരു സൗണ്ട് കേട്ടാലും പേടിക്കും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു സൗണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മാടത്തയുടെ സൗണ്ടാണ്, അതിങ്ങനെ ഒച്ച ഉണ്ടായിക്കൊണ്ടിരിക്കും. എനിക്ക് ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെറുതെ ആൾക്കാരെ പേടിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതായിരുന്നു ഈ രണ്ട് സംഭവത്തിന്റെ പിന്നിലുള്ളത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാ. പിന്നെ അത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്കൊരു സംതിങ് പേടി പോലെ തോന്നി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി ഇതിനകത്ത് ഞാനൊരു പ്രൂഫ് കാണിക്കുന്നുണ്ട്. പ്രൂഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ ദിവസത്തെ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കഥ ഫുള്ള് കേട്ടവരാണെങ്കിൽ മനസ്സിലാവും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ പേടിച്ചു എന്ന് പറഞ്ഞേ. അപ്പോൾ ഇനി ഞാൻ ഇത് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അവളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ അങ്ങനെ എന്നൊക്കെയുള്ള കമന്റ് പറയാൻ വരുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്കിതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാതിരിക്കാൻ പറ്റട്ടെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. എനിക്കിത് മൊത്തത്തിൽ അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിന്റെ ഒരു ഓഡിയോ കേൾപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ വന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ഏതാ, സ്ഥലം ഏതാ എന്നൊക്കെ വന്ന് കമന്റിൽ ചോദിക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ആ ഹോസ്റ്റല് ഒരു കോൺവെന്റ് ആയിരുന്നു. അതെനിക്ക് പേഴ്സണലി പറയാൻ താല്പര്യമില്ല. കാരണം ഞാൻ 2-3-4 വർഷം മുന്നേ ഞാൻ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങ് പോകുന്നു. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഇനി അത് പറഞ്ഞിട്ട്, എനിക്കറിയില്ല ആർക്കെങ്കിലും ഇനി അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ തിരക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്കാണ് പണി കിട്ടാൻ പോകുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ഉണ്ട്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ആരും ആ സ്ഥലം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വരരുത്. പിന്നെ അതുമല്ല, ഇപ്പോൾ ആ ഹോസ്റ്റൽ അവിടെ ഇല്ല, അവർ മാറ്റിയെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, നമുക്കത് അറിയേണ്ട കാര്യമില്ല. നമുക്ക് അവിടെ നിന്ന് പോകുന്നു, അതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫ്രണ്ടിൻ്റെ എക്സ്പീരിയൻസ് അവൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളുടെ ഞാൻ സൗണ്ട് ഒന്ന് ജസ്റ്റ് എഫക്റ്റ് ഇട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം അവളുടെ ഐഡന്റിറ്റി എനിക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ പെർസ്പെക്റ്റീവാണ്. അവളുടെ അടുത്ത് ജസ്റ്റ് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, എടി നീ അന്ന് നിനക്ക് എക്സ്പീരിയൻസ് ചെയ്തല്ലോ, നമ്മൾ അന്നേരം ഉണ്ടായിരുന്നതല്ലേ, അന്ന് നിനക്ക് എന്താ തോന്നി? അന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിലൊന്നും പറഞ്ഞില്ല, ഞാൻ അവളെ ആശ്വസിപ്പിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അന്ന് അവൾ പറയാത്ത, എന്നോട് ഷെയർ ചെയ്യാത്ത, മീൻസ് അന്ന് ഞാൻ ചോദിച്ചുമില്ല അവളോട് പറഞ്ഞുമില്ല, പറയാത്തൊരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. മീൻസ് ആ ഒരു സംഭവം നടന്ന സമയത്തായിരുന്നു അവൾ എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ബോധം പോയാൽ എനിക്ക് വല്ല അറ്റാക്കും വന്നാൻ. അപ്പൊ നിങ്ങൾ ആ ഓഡിയോ ഒന്ന് കേട്ടിട്ടോ. അന്ന് ഞാൻ പറഞ്ഞേ മറ്റേ പച്ചിലയുടെ സൗണ്ട് കേട്ടിട്ട് ഞാൻ വന്ന് കിടക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സൗണ്ട് കേട്ടിട്ട് എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ലേ, പപ്പ പറഞ്ഞിട്ടുണ്ട് എന്ത് സൗണ്ടാണ് കേട്ടേക്കുന്നത്, ആ സൗണ്ടില് എന്താണെന്ന് മനസ്സിലാക്കി പേടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നത്. അതിന് ശേഷം ആണ് ഞാൻ ഈ സ്വപ്നം കണ്ടിട്ട് ചാടി എണീക്കുന്നത്. അത് സ്വപ്നമല്ലായിരുന്നു, അതെനിക്ക് ഫീൽ ചെയ്തു. കാരണം എൻ്റെ കാലെ പിടിച്ചൊരാൾ വലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. നമ്മൾ കിടക്കുന്നു, അപ്പൊ നമ്മുടെ കാലെ പിടിച്ചൊരാൾ വലിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തേ. അതാണ് പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റ്. എന്താ പറയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ പോലെ ഇരുന്നു പോയത്. പിന്നെയാണ് വന്നതും അങ്ങനെ എനിക്കങ്ങനെ 2 അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ. എന്താ പറയാ, കാലെ പിടിച്ച് വലിക്കുന്ന പോലെ, ഒന്ന് മേളിൽ കിടന്നപ്പോഴും ഒന്ന് താഴെ കിടന്നപ്പോഴും. നമുക്ക് ഒരാളെ സ്പർശിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. ഇത് കുറേ നേരം നമ്മുടെ കാലിങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട് ഒറ്റ വലിയ വലിക്കുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് അറിയും. അങ്ങനെയാണ് അന്നത്തെ ഇൻസിഡന്റ്. അത് പക്ഷെ എനിക്ക് തോന്നിയതല്ല, അത് എനിക്ക് തോന്നിയതല്ല. കാരണം അന്ന് എന്തോ ഉണ്ടായിരുന്നു അവിടെ, എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല.
വേറൊരു സ്ഥലത്ത് എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്നെ മോശമായിട്ട് പറയുന്ന രീതിയിലുള്ള കമന്റ്സ് ഒരു പ്രായമായിട്ടുള്ള ഒരാൾ DP ഒക്കെ ഇട്ടിട്ട് എന്നെ തെറി വിളിക്കുന്ന രീതിയിൽ ഒരു കമന്റ് ഇട്ടു. അയാൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ലല്ലോ സംസാരിച്ചത്. എൻ്റെ പൊന്നെ ഏട്ടാ, നമ്മളെ തെറി വിളിച്ചാലും നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്കത് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു വകതിരിവ് എനിക്കുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കമന്റ് ഇടാൻ വരുന്നവരോട് ഞാൻ നല്ല മറുപടി തരും. അങ്ങനെ ഓവർ ആവുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വഴിക്ക് പോകും. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളിപ്പം സർക്കാസ്റ്റിക് ആയിട്ട് എന്ത് കമന്റ് ഇട്ടാലും ഞാൻ അത് അങ്ങനെ എടുക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവോളീസ് വന്നിട്ട് കുറേ കമന്റ് ഇടുന്നു. നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ സ്റ്റോറീസ് ഞാൻ എത്ര സമയം എടുത്താലും ഞാൻ ഇരുന്ന് വായിക്കും. അത് ഞാനൊരു വീഡിയോ ചെയ്യാം. സന്തോഷം. കാരണം ചിലവരുടെയൊക്കെ കഥയുണ്ടല്ലോ, വലിയ പാരഗ്രാഫ് ആയിട്ടാണ് അവർ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾക്ക് വട്ടുണ്ടോ അവരുടെ എക്സ്പീരിയൻസ് ഇത്രയും മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് ഇത്രയും എഫേർട്ട് ഇട്ട് ആ ഒരു പാരഗ്രാഫ് എത്ര നേരം ഇരുന്ന് ടൈപ്പ് ചെയ്യണം യൂട്യൂബിൽ? ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ചെയ്യാൻ പോലും നമ്മൾ മടിക്കുന്ന സമയം, നമ്മൾ പല സാധനങ്ങളുടെയും ഷോർട്ട് ഫോം ഇട്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത്. ആ സമയത്ത് അവർ ഇത്രയും ലോങ് ആയിട്ട് അവർ എഫേർട്ട് ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വഴിക്ക് വിട്ടേക്കുക. നിങ്ങൾക്ക് അവരെ മറ്റേ ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും നിങ്ങൾക്ക് ഒരു റൈറ്റും ഇല്ല. ഓരോരുത്തരെ അവരുടെ എക്സ്പീരിയൻസ് പറയുകയാണ്, അത് അവരുടെ എക്സ്പീരിയൻസാണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളത് വിട്ടേക്കുക. വീഡിയോ റീച്ച് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമൊന്നും ഞാൻ ഇട്ടല്ല. എന്തു പറയാ, എനിക്ക് ഇതിൽ നിന്ന് ഭയങ്കര ലക്ഷ്യങ്ങളും ഇതൊന്നും കിട്ടുമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായ, എന്നെപ്പോലെ എക്സ്പീരിയൻസ് ഉണ്ടായ ആൾക്കാരോടല്ലേ എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം പറഞ്ഞപ്പോൾ ഇത് ചിരിച്ചു തള്ളിയ ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കതൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ഇട്ടതാണ്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ വരെ ടാറ്റാ. അപ്പോൾ ഇനി ഈ വീഡിയോ കാണണം എന്നുള്ളവർക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, മീൻസ് ഐ കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി.